ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സർക്കാരിനെതിരെ നടത്തുന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മാനേജ്മെന്റിനെതിരെ സമരം തുടരും. തിങ്കളാഴ്ച മുതൽ സമ്പൂർണ്ണ പണിമുടക്ക്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകുന്ന ആശുപത്രികളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നും UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ പറഞ്ഞു. 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സംഘടന തയ്യാറാണ്. സർക്കാരിനെതിരെയുള്ള സമരം ഞങ്ങളിവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള തുടർന്നുകൊണ്ടിരിക്കുന്ന സമരം അതാത് ആശുപത്രി കേന്ദ്രങ്ങളിലേക്ക് മാറ്റുവാനും സർക്കാർ വിജ്ഞാപനം വന്നാൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച മാനേജ്മെന്റുകൾ വളരെ കൃത്യമായി 40,000 രൂപയ്ക്ക് അടിസ്ഥാന ശമ്പളമാക്കണമെന്ന് ആണ് സംഘടനയ്ക്ക് പറയാനുള്ളത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളെ ഞങ്ങൾ സമരത്തിൽ നിന്ന് ഒഴിവാക്കും. അല്ലാത്ത സ്ഥാപനങ്ങളിൽ ആ ശമ്പളം ലഭിക്കുന്നത് വരെ സുശക്തമായ പോരാട്ടം സംഘടന. ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദിലിഷ, സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ UNA പറയുന്നത്. എന്താണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ സൂചിപ്പിച്ചതുപോലെ 40,000 അടിസ്ഥാന ശമ്പളം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനം? അമൃത, നമുക്കറിയാം കഴിഞ്ഞ 4 ദിവസമായിട്ട് UNAയുടെ കീഴിലുള്ള നഴ്സുമാർ സമരത്തിലാണ്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടിട്ട് തികച്ചും ന്യായമായിട്ടുള്ള ഒരു സമരം തന്നെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ ശമ്പള വർധനവ് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അല്പസമയം മുമ്പാണ് സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് 28,000 രൂപയാക്കി ഉയർത്തിക്കൊണ്ട് അടിസ്ഥാന ശമ്പളം. എന്നാൽ 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് UNAയുടെ നിലപാട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് സർക്കാരിനെതിരായ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം മാനേജ്മെന്റുകൾക്കെതിരെ സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇനി സമരം ഉണ്ടാവുക. നമുക്കറിയാം 4 ദിവസമായിട്ട് തുടരുന്ന സമരമാണ്. അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെ മറ്റെല്ലാ ഡ്യൂട്ടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടുള്ള സമരമാണ്. എന്നാൽ ഇനിയൊരു നടപടി ഉണ്ടാകാത്ത പക്ഷം തിങ്കളാഴ്ച മുതൽ സമരം കൂടുതൽ കടുപ്പിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുകയാണ്. 28,000 രൂപ എന്നുള്ളത് കേവലം തുച്ഛമായിട്ടുള്ള ഒരു ശമ്പള പരിഷ്കരണം മാത്രമാണ് എന്നാണ് UNA പറയുന്നത്. മാത്രവുമല്ല, ഈ സർക്കാർ മാനേജ്മെന്റുകളെ സഹായിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയില്ല. അതേസമയം 40,000 രൂപ നൽകുന്ന മാനേജ്മെന്റുകളെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നും UNA ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും 40,000 രൂപ എന്ന അടിസ്ഥാന ശമ്പളം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ടില്ല. ആ ശമ്പളം അക്കൗണ്ടിൽ വീഴാതെ ഇനി ജോലിയിൽ തിരികെ പ്രവേശിക്കില്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് നഴ്സുമാരുടെ സംഘടന. ഈ 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്നുള്ളൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ ദിലിഷ, അത് പക്ഷേ നടപ്പാക്കാൻ എല്ലാ ആശുപത്രികളും തയ്യാറാകുന്നില്ലല്ലോ ഇപ്പോഴും. അമൃത, UNA ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഏകദേശം 13ഓളം മാനേജ്മെന്റുകൾ, സംസ്ഥാനത്തെ ഏകദേശം 13ഓളം മാനേജ്മെന്റുകൾ 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കാൻ സമ്മതം അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് UNA ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജാസ്മിൻ ഷാ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ സർക്കാർ ഇത് 40,000 എന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കാത്തതാണ് ഇതിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ നിലവിൽ ഈ സ്വകാര്യ ആശുപത്രികളിലെല്ലാം തന്നെ നഴ്സിംഗ് വിദ്യാർത്ഥികളെ വെച്ചിട്ടാണ് ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ജീവൻ വെച്ചുള്ള കളിയാണ്. അതിനെതിരെയും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇപ്പോൾ UNA പറയുന്നുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.